ലീ ജെ-മിങ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ലീ ഇന്ത്യ സന്ദർശിച്ചത് ദക്ഷിണ കൊറിയയുടെ രണ്ടാമത്തെ വലിയ പ്രൊഡക്ഷൻ ബേസായി ഇന്ത്യയെ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നതിൻ്റെ സൂചനയാണ്. ഇതുവരെ കണ്ട വാർത്തകൾക്കും അപ്പുറം ഫ്യൂച്ചറിസ്റ്റിക് പാർട്ട്ണർഷിപ്പിന്റെ 4 പ്രധാന പില്ലറുകളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇനി ഉയരാൻ പോകുന്നത്. അതിലെ ഏറ്റവും നിർണായകമായത് വോയേജസ് എന്ന കപ്പൽ നിർമ്മാണ കരാറാണ്. ഇന്ത്യക്ക് 7500 കിലോമീറ്റർ കടൽ തീരമുണ്ടെങ്കിലും ലോകത്തെ കപ്പൽ നിർമ്മാണത്തിൽ 1% താഴെ മാത്രമാണ് നമ്മുടെ ഇതുവരെയുള്ള പങ്കാളിത്തം. ദക്ഷിണ കൊറിയ ആകട്ടെ കപ്പൽ നിർമ്മാണത്തിൽ ലോകരാജാവാണ്. ഇന്ത്യയിൽ ഒരു പുതിയ കപ്പൽ നിർമ്മാണശാലയും സാങ്കേതിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിലൂടെ കൊറിയ കൈമാറുന്നത് വെറും കപ്പലുകളല്ല, മറിച്ച് ഒരു മാരിടൈം സൂപ്പർ പവർ ആകാനുള്ള സാങ്കേതിക വിദ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാണ ഹബ്ബുകളിൽ ഒന്നാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഇതുവരെ ഇല്ലാതിരുന്ന തന്ത്രപ്രധാന പങ്കാളിത്തമാണ് കൊറിയക്കാർ നൽകാൻ പോകുന്നത്. 2. സെമി കണ്ടക്ടർ ഡിജിറ്റൽ ബ്രിഡ്ജാണ്. ഇന്ത്യ വെറും അസംബ്ലിംഗ് യൂണിറ്റുകളല്ല, മറിച്ച് സെമി കണ്ടക്ടർ ഡിസൈനിലും R&Dയിലും ഊന്നൽ നൽകുന്ന കേന്ദ്രമാകും. അതിലെ യുക്തി എന്തെന്നാൽ കൊറിയയ്ക്ക് നിർമ്മാണ മികവുണ്ട്, അതായത് ഫാബ്രിക്കേഷൻ വൈദഗ്ധ്യം. ലോകത്തിലെ 20% സെമി കണ്ടക്ടർ ഡിസൈൻ എഞ്ചിനീയർമാർ ഇന്ത്യയിലാണ്. ഇത് രണ്ടും ചേരുന്നതോടെ ഇന്ത്യ സെമി കണ്ടക്ടറിൽ ലോകത്തെ വലിയ ശക്തിയായി മാറും.